ഹലോ ഗൈസ്, സൂസൻ ഉണർന്നു മിസ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇടയ്ക്ക് കൂടി സുസ്വാഗതം. ഇന്ന് 4 പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടിത്തരുന്നത്. ഇത് ഉത്തമഗീതത്തിൽ നിന്നുള്ള അടുത്ത പ്രണയഗീത കേൾവിക്കായിട്ട് എല്ലാവരും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഞാനിത് ചർച്ചിലെ BBSൻ്റെ ലാസ്റ്റ് ദിവസം, അതായത് ആ ആഴ്ച കമ്പോസ് ചെയ്തുകൊണ്ട് ഞാനിതൊന്ന് പാടി. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ പ്രണയഗാനമാണ്. BBS എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മറ്റു മതങ്ങളിലുള്ള മതസ്ഥരായിട്ട് കുട്ടികളൊക്കെ വരും, അവർക്ക് ഒന്നും അറിയത്തില്ല. കാരണം പിന്നെ ഞാൻ മോഹവരവശയായിരിക്കൽ, മുന്തിരിയുടെ നിന്നെ ശുദ്ധീകരിക്കൂ, നാരങ്ങ തണുപ്പിക്കൂ, അവൻ്റെ വലം കൈയുടെ തലയും കീഴെ ഇരിക്കട്ടെ, അവൻ്റെ ഇടം കൈയിനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ ഇതെന്തോ പറയുന്നതെന്ന്. അവർ പോയിട്ട് നമ്മുടെ ദിവസവും ചർച്ച വരുന്നവർക്ക് പോലും മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ പ്രണയഗാനമാണ്. ചിലർക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര വിരുദാണ്. കാരണം ക്രിട്ടിസൈസിൽ അവർ ചില MPയിലും PhD ഒക്കെ എടുത്ത് നടക്കുന്നവർ ചിലരുണ്ട്. അതൊന്നും എന്നെ ഇമ്പ്രസ് ചെയ്യത്തില്ല. കാരണം യേശുവുമായിട്ട് പ്രണയത്തിലാണല്ലോ, അല്ലേ? എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ ഓരോട്ട് നിർത്തിയിട്ട് പോയിരിക്കുമല്ലോ. ഇനി സ്വർണ്ണരഥത്തിലൊരു വരവുണ്ട്, തൻ്റെ മണവാട്ടിയെ കാതെ ചേർപ്പാൻ ഒരു വരവുണ്ട്. അപ്പോൾ ഈ പ്രണയത്തിലാകുമ്പോൾ പ്രണയലേഖനങ്ങളും പ്രണയ കാവ്യങ്ങളും പ്രണയ ഗാനങ്ങളും ഒക്കെ വരും. അത് സ്വാഭാവികം. അപ്പം ഇങ്ങനെ ഞാനൊരു പ്രണയഗാനം എൻ്റെ പ്രേമകാന്തന് വേണ്ടി പാടുന്നു. നിങ്ങൾ എത്ര പേര് ഇത് ഏറ്റു പാടും? നമുക്ക് ഒന്നിച്ചിന്ന് യോർദാൻ്റെ തീരത്തോട്ട് പോകാം. ഇന്നലെ എരുസലേമിലൊക്കെ പോയി, ശാരോനിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് പ്രണയഗാനമൊക്കെ പാടി അടിച്ചു പൊളിച്ചിട്ട് വന്ന ഇന്നലെ പോകാത്തൊരാരും വിഷമിക്കണ്ട, എല്ലാവർക്കും പോകാൻ അവസരമുണ്ട്. സൂസൻ ഉണർന്നു മിസ്സസിൻ്റെ കഴിഞ്ഞ വീഡിയോ അത് കേട്ടാൽ എല്ലാവർക്കും ആ ഒരു ഫീല് ലഭിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് യോർദാൻ്റെ തീരത്തോട്ട് പോയി അവിടെ വീശിരിക്കുന്ന കുഞ്ഞളം കാറ്റിനോട് ചോദിക്കാം, എൻ്റെ പ്രാണപ്രിയനെ അവിടെ കാണും കണ്ടോ എന്ന് ചോദിക്കാം. എന്താ, എല്ലാം റെഡിയല്ലേ? അപ്പം നിങ്ങളുടെ ആ ശ്രദ്ധ ഞാനിന്ന് ആ യോർദാൻ്റെ തീരത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം നമുക്ക് പാട്ടിലേക്ക് പോകാം. ഈ പാട്ടൊക്കെ പാടിത്തരുന്ന എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്നൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ചിലർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊക്കെ പിൻവലിച്ചു, അതൊന്നും സാരമില്ല. ലൈക്ക് അടിച്ചവരെയും സബ്സ്ക്രൈബ് ചെയ്തവരെയും ഷെയർ ചെയ്തവരെയും എന്നെ സപ്പോർട്ട് ചെയ്തവരെയും ചെയ്യാത്തവരെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കും. വിശുദ്ധന്മേൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരുത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അടുത്ത പ്രണയഗാനം നമുക്ക് കേട്ടാലോ? ഇത് സൂസൻ ഉള്ളനോർ മ്യൂസിക്സ്. യോർദാൻ നദിക്കര വീശി വരും കുഞ്ഞിളം കാറ്റേ, കുഞ്ഞിക്കാറ്റേ, നിങ്ങൾ കണ്ടുപോ എൻ്റെ പ്രിയതമനെ, നിങ്ങൾ കേട്ടു അവൻ്റെ പാദപതനം. യോർദാൻ നദിക്കര വീശി വരും കുഞ്ഞിളം കാറ്റേ, കുഞ്ഞിക്കാറ്റേ, കണ്ടു എൻ്റെ പ്രിയതമനെ, നിങ്ങൾ കേട്ടു അവൻ്റെ പാദപതനം. അവനാടുകളെ മേയ്ക്കുന്നതെവിടെ? അവൻ ഉച്ചയ്ക്ക് കിടക്കുന്നതെവിടെ? അവനാടുകളെ മേയ്ക്കുന്നതെവിടെ? അവൻ ഉച്ചയ്ക്ക് കിടക്കുന്നതെവിടെ? എൻ പ്രിയൻ്റെ സവിധേ ചെന്നു ചേരും. യോർദാൻ നദിക്കര വീശി വരും കുഞ്ഞിളം കാറ്റേ, കുഞ്ഞിക്കാറ്റേ, നിങ്ങൾ കണ്ടുപോ എൻ്റെ പ്രിയതമനെ, നിങ്ങൾ കേട്ടുപോ അവൻ്റെ പാദപതനം. പ്രേമത്തിന് ഇഷ്ടമാകുവോളം നിങ്ങളവനെ പുൽകരുതേ, ഉണർത്തരുതേ. അവനെന്നോട് പ്രേമത്തിന് ഇഷ്ടമാകുവോളം നിങ്ങളവനെ പുൽകരുതേ, ഉണർത്തരുതേ. അവൻ്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മധുരമല്ലോ. ശക്തീകരിക്കൂ.
യോർദാൻ നദിക്കര വീശി വരും കുഞ്ഞിളം കാറ്റേ കുഞ്ഞിക്കാറ്റേ, നിങ്ങൾ കണ്ടുവോ എൻ്റെ പ്രിയതമനെ, നിങ്ങൾ കേട്ടുവോ അവൻ്റെ പാദവദനം. അവൻ്റെ വലങ്കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവൻ്റെ ഇടം കൈ എന്നെ ശ്ലാഘിക്കട്ടെ. അവൻ്റെ വലങ്കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവൻ്റെ ഇടം കൈ എന്നെ ശ്ലാഘിക്കട്ടെ. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, അവൻ എൻ്റെ മീതെ പിടിച്ച കൊടി സ്നേഹമായിടും. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, അവൻ എൻ്റെ മീതെ പിടിച്ച കൊടി സ്നേഹമായിടും. മേത്തരമായ കോതമ്പ് കൊണ്ടെന്നെ ശക്തീകരിക്കും. യോർദാൻ നദിക്കര വീശി വരും കുഞ്ഞിളം കാറ്റേ കുഞ്ഞിക്കാറ്റേ, നിങ്ങൾ കണ്ടുവോ എൻ്റെ പ്രിയതമനെ, നിങ്ങൾ കേട്ടുവോ അവൻ്റെ പാദവദനം. യോർദാൻ നദിക്കര വീശി വരും കുഞ്ഞിളം കാറ്റേ കുഞ്ഞിക്കാറ്റേ.